നിയന്ത്രണരേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ചെനാബ് മേഖലയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. അതേസമയം ഭാരതം ഏതു നിമിഷവും തിരിച്ചടിക്കുമെന്ന ഭയപ്പാടിലാണ് പാകിസ്ഥാൻ. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാക് പ്രകോപനം തുടരുകയാണ്. ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ ചെനാബ് മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതവും അതിശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ്. ഏതു നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു പ്രസ്താവനയും പാക് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഏതു രീതിയിലാണ് ഭാരതത്തിൻ്റെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വല്ലാത്ത ഭയാശങ്ക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒരു അനന്തരഫലമാണ് അവർ ഈ അതിർത്തി മേഖലകളിലൊക്കെ നടത്തുന്ന ഒരു പാക് പ്രകോപനവും, അല്ലേ? അതിലേക്ക് എത്താം. നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ചെനാബ് മേഖലയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. പക്ഷേ ഭാരതം അതിശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതം ആദ്യം സ്വീകരിച്ചത് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലായിരുന്നു. അതിനുശേഷം സൈനിക നടപടി ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക പാകിസ്ഥാനെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ചേർന്നുള്ള നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കുകയുണ്ടായി. സൈനിക മേധാവികളുമായും ചർച്ച നടത്തുകയുണ്ടായി. സൈനിക മേധാവികൾക്ക് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയതായാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു. നന്ദനിലേക്ക് പോകുന്നു. നന്ദൻ, നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുന്നുണ്ട്. ശക്തമായ തിരിച്ചടി തന്നെ ഭാരതം നൽകുന്നുണ്ട്. അതോടൊപ്പം പാകിസ്ഥാൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഭയം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. അവർ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ വല്ലാത്തൊരു ആശങ്കയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നീങ്ങുന്നത്, അല്ലേ? അവർ തുടങ്ങി വെച്ചതിന് അവർക്കൊരു തിരിച്ചടി കിട്ടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. രോഹിണി, തുടർച്ചയായ 6ാം ദിവസമാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്നത്. ഇന്നലെ ചെനാബ് മേഖലയിലെ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെയാണ് യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ വെടിയുതിർത്തത്. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല. ശക്തമായ നാണയത്തിൽ തന്നെ BSF തിരിച്ചടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസവും ഇതേപോലെ തുടർച്ചയായ 6 ദിവസവും സമാനമായ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. വിവിധ പോസ്റ്റുകൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പാകിസ്ഥാൻ വെടിയുതിർത്തത്. അപ്പോഴൊക്കെയും BSF കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇന്നലെയും സമാനമായ സംഭവം ഉണ്ടായപ്പോൾ തക്കതായ മറുപടിയാണ് BSF നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഏത് സമയവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതിയിലാണ് നിലവിൽ പാകിസ്ഥാനുള്ളത്. ഇതിനോടകം പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഇതിനോടകം വ്യക്തമാക്കിയത് 24 മുതൽ 36 മണിക്കൂറിനകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം, ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു സൈനിക നീക്കം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനമായും പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ അതിർത്തി മേഖലയിൽ നിന്നും പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു യുദ്ധഭീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ അവിടെ പാർപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ടുകൊണ്ടാണ് ഈ അതിർത്തി മേഖലകളിൽ നിന്നും പാകിസ്ഥാൻ ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ ഭാരതം തയ്യാറാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കര, വ്യോമ, നാവികസേന മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് 3 ഫോഴ്സിനും നൽകിയിരിക്കുന്നത്. ഉചിതമായ തീരുമാനം ഈ 3 സേനാ വിഭാഗങ്ങൾക്കും കൈക്കൊള്ളാമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ 11 മണിക്ക് ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ഉളവാക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ പഹൽഗാം അക്രമത്തെ തുടർന്ന് ഭാരതം തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഭാരതം തക്കതായ മറുപടി നൽകുമെന്നുള്ള ആശങ്ക പ്രധാനമായും പാകിസ്ഥാനുണ്ട്. മാത്രമല്ല, ഈ പഹൽഗാം അതിൻ്റെ കാരണക്കാർ കൃത്യം പാകിസ്ഥാനാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഹാസിം മൂസ, അയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഭാഗമായിരുന്നു. അയാൾ പാകിസ്ഥാൻ കമാൻഡോ ആയിരുന്നു. അതിനുശേഷം ഈ കശ്മീർ ഓപ്പറേഷന് വേണ്ടി പാകിസ്ഥാൻ സൈന്യം തന്നെ ലഷ്കർ ഇ തോയിബയ്ക്ക് ഇയാളെ നൽകിയതാണ് എന്നുള്ളതാണ് പ്രധാനമായും ഭാരതത്തിൻ്റെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പങ്ക് ഭാരതത്തിന് ബോധ്യമായ ഒരു സാഹചര്യം
സാഹചര്യം. ഈ സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഭയം ഉളവാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതി അവരിലേക്ക് ഉണ്ടായതും 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഭാരതത്തിൻ്റെ സൈനിക നീക്കം പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതി അല്ലെങ്കിൽ അത്തരം വാക്കുകൾ പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ വലിയ രീതിയിൽ ഇപ്പോഴും സെർച്ച് ഓപ്പറേഷനുകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം. ഈ അക്രമികളുടെ തൊട്ടടുത്ത് അതിൽ തൊട്ട് പിന്നാലെ തന്നെ ഈ സൈന്യവും അതേപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘവുമുണ്ട്. അവർ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാമെന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പല മേഖലകളിലും ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഹൈ അലർട്ട് തുടരുകയാണ്. പ്രത്യേകിച്ച് ISI ഭീകരർ ഏത് നിമിഷവും ഈ ശ്രീനഗർ അതേപോലെ തന്നെ ഒക്കെ ആക്രമിക്കാം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. മിലിറ്ററി ഇൻ്റലിജൻസും IBയും ഇതിനോടകം തന്നെ റിപ്പോർട്ട് നൽകിയത് പ്രകാരം പെഹൽഗാം അക്രമത്തിന് സമാനമായി ഈ സാധാരണക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അക്രമം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കശ്മീരി ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അക്രമങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കശ്മീരി പണ്ഡിറ്റുകൾ, അവശേഷിക്കുന്ന കശ്മീരി പണ്ഡിറ്റുകൾ ഒരുപക്ഷെ ഈ ISI ഭീകരർക്ക് ഇരയാകാം എന്നുള്ളതാണ് പ്രധാനമായും ഈ IB അടക്കമുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ ഉടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു. ഏതായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം തയ്യാറായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.